ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഹണി ആൽമണ്ട് കേക്കാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ക്രീം ഇവിടെ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേനും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ സാധാരണയായിട്ട് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കാറ്. അതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ഷുഗർ പൗഡറും വാനില എസൻസും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. വാനില സ്പഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് ബേസായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ ഇതുപോലെ കേക്ക് ബേസിൽ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 kg തൂക്കം വരുന്ന കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് 1 kg കേക്കൊക്കെ 7 ഇഞ്ച് മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്പഞ്ചിൻ്റെ മുകളിലായിട്ട് ഒരല്പം തേനാക്കി കൊടുക്കാം. എന്നിട്ടത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്പഞ്ചിനും കൂടി ഹണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം എല്ലാ ഭാഗത്തും ആക്കി കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും തേൻ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടതും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ക്രഷ് ചെയ്ത് വെച്ച ബദാം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിലത്തെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിലും ഇതേ രീതിയിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പും ഹണിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡൊക്കെ ക്ലീൻ ആക്കിയെടുത്ത ശേഷം നമുക്കിതുപോലെ ക്രീം വെച്ചിട്ട് കേക്ക് കവർ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് കേക്കിൻ്റെ ക്രംസൊക്കെ കുടുങ്ങിയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കേക്ക് നമുക്ക് സ്മൂത്തായി ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിന് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ സൈഡ് ഞാൻ ഈ ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്രേപ്പറൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് സൈഡൊക്കെ കിട്ടും. ഇനി മുകൾ ഭാഗം കൂടി നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ സമയത്ത് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിന് ഒഴിച്ചു കൊടുക്കാനുള്ള ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഗനാഷ് ഈ കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഗനാഷ് ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക.
ഗനാഷ് ഒഴിച്ചു കൊടുത്ത ശേഷം സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ ഒരു സമയത്ത് ഞാൻ ബദാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തെടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലേക്ക് ബദാം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹണി ആൽമണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.